നീ എന്താ മോളെ പറയുന്നത്? ഇത്ര പെട്ടെന്ന് പെണ്ണ് കാണാൻ ഒരാളെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാ അവർക്ക് നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയെന്നല്ല അർത്ഥം. നീ പേടിക്കേണ്ട കാർത്തി, നാളെ അവര് വരുന്ന. നമുക്ക് ഇന്ന് രാത്രി തന്നെ ഒളിച്ചോടാം. നീ എന്താ കളിയാക്കണോ സ്വാതി? പെട്ടെന്ന് വീട് വിട്ട് എങ്ങോട്ട് പോവാനാ? നാളെ എന്റെ ചേച്ചിയുടെ കല്യാണ നിശ്ചയമാണ്. മണ്ടത്തരം പറയാത്ത കാർത്തി, എന്നെ പെണ്ണ് കാണാൻ വന്നാ അപ്പൊ തന്നെ നിശ്ചയവും നടത്തും. അതുകൊണ്ട് നിനക്ക് ഒരു കുഴപ്പമില്ലേ? ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നമുക്ക് നാട് വിട്ടു പോയേ പറ്റൂ. സ്വാതി, നീ പറയുന്നത് പോലെ തന്നെ ചെയ്താലും നമ്മൾ എങ്ങോട്ട് പോവും? എങ്ങനെ ജീവിക്കും? നമ്മുടെ രണ്ടുപേരുടെയും പഠിപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. നല്ലൊരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷ പോലും വേണ്ട. ജീവിക്കാൻ കാശ് വേണ്ടേ? അതിനെന്ത് ചെയ്യും? അതിനെക്കുറിച്ച് നീ വേണം ചിന്തിക്കാൻ. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കാർത്തി. നിനക്ക് എന്നെ വേണോ വേണ്ടേന്ന് നീ തീരുമാനിച്ചോ? അല്ല, ഇതിൽ തീരുമാനിക്കാൻ എന്തോ ഉള്ളത്? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാ ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. സ്വാതി, അത് ഒന്നും പറയണ്ട കാർത്തി. ഞാൻ എന്റെ അച്ഛനെയും അമ്മയും ഈ വലിയ വീടിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാ നിന്റെ കൂടെ ഇറങ്ങി വരാൻ പോകുന്ന. എനിക്ക് വേണ്ടി നീ ഇത്രയെങ്കിലും ചെയ്യണം. എന്നെ നീ നന്നായി നോക്കില്ലേ? നിന്റെ അച്ഛനേക്കാൾ നന്നായി ഞാൻ നിന്നെ നോക്കും. നീ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്യാം.